അങ്ങനെ നമ്മുടെ വീട്ടിൽ നോലുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അടിച്ചുവാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുക്കളയ്ക്ക് കയറല്. എന്തുണ്ടാക്കണമെങ്കിലും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ കുറച്ച് നേരത്തെ നീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചുവാരി തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ നടക്കാൻ പോകാനൊക്കെ നീറ്റിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ നടക്കാൻ പോയിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാൻ പോയത്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വിളക്കൊക്കെ വയ്ക്കുകയാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ ചന്ദനത്തിരിയും സാമ്പ്രാണിയും ഒക്കെ കത്തിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ ഈശ്വരന്മാരോടൊക്കെ നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിലേക്ക് അത് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തേക്ക് നൂലിപ്പുട്ടും പട്ടാണിക്കടലയും കേട്ടോ കറി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നൂലിപ്പുട്ട് നല്ല കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഒക്കെ ഒരു അടുപ്പത്ത് തന്നെ വേണം കേട്ടോ. നമ്മളെ അടുപ്പ് ഇനിയും ശരിയായി കിട്ടിയിട്ടില്ല. അതിപ്പോൾ 2 തവണ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് അപ്പോൾ രണ്ടും നമ്മളെ അടുപ്പിലേക്ക് പറ്റണില്ല. അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് വിറകും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഗ്യാസുമ്പോൾ തന്നെ എല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഒന്നായി കഴിഞ്ഞിട്ട് വേണം അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇവിടെ കറിയൊക്കെ ആയതിന് ശേഷം നൂലിപ്പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ആനിമോൾ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ നടക്കാൻ പോയതുകൊണ്ട് അവൾ നേരെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. അല്ലെങ്കിൽ അവൾ ഏട്ടൻ്റെ അടുത്തേക്കാണ്. ഏട്ടൻ ഉണ്ടെങ്കിൽ അവൾ ഏട്ടൻ്റെ അടുത്തേക്കാണ് പോവുക. അധികവും അവൾ അച്ഛൻ്റെ എപ്പോഴും പറയാറ് അച്ഛൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കണത് അവളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ നൂലിപ്പുട്ട് ഇങ്ങനെ കണ്ടിട്ടല്ലോ എങ്ങനെ ഉണ്ടാക്കാറെന്നൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ ഓരോ സംശയങ്ങളും ചോദിച്ചാണ് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ആള്. അങ്ങനെ നൂലിപ്പുട്ടും കറിയൊക്കെ ആയതിനു ശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബീട്രൂട്ട് ഉപ്പേരിയാണ്. ഇത് ദൈവത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇതല്ലാതെ വേറെ ശരണമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അടുക്കളയത്തെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ചോറും കറി അടിയും തൊടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ദേവൂട്ടനെ സ്കൂളിലേക്ക് വിട്ടാൽ തിരുമ്പണം. രാവിലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ തിരുമ്പാൻ പറ്റാലോ കേട്ടോ. ദേവൂട്ടന് സ്കൂളുണ്ടായതുകൊണ്ട് രാവിലെ എല്ലാം കഴിയണമല്ലോ. അതുകൊണ്ട് തിരുമ്പാൻ പറ്റില്ല. അപ്പം ഞാൻ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ തിരുമ്പാൻ നിൽക്കല്. പിന്നെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചാടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഏട്ടതാ ചാടിക്കുമ്പോഴേലും കുറച്ച് വാർത്ത കണ്ടോ എന്ന് പറഞ്ഞാണ്ട് എനിക്ക് വാർത്ത കിട്ടാന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചാടിയെ കഴിഞ്ഞ് ദേവൂട്ട സ്കൂളിലേക്ക് പോകാൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആനിമോൾ ഏട്ടന് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളുടെ ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുക്കുക. അവൾ കുറേ നേരമായി അത് വീർപ്പിക്കാൻ നോക്കണം. പക്ഷെ അവളെ കൊണ്ട് കഴിയണില്ലേ. അപ്പോൾ ദേവൂട്ടൻ അതൊക്കെ വീർപ്പിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവൻ ഈ നോക്കുന്നത് ഇന്നിപ്പോൾ കറണ്ട് ഇല്ല, KCB-കാർ പണി നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അവൻ അങ്ങനെ നോക്കുന്നത്. അങ്ങനെ അവനെ ബസ് കയറ്റി വന്നപ്പോഴേക്കും ഏട്ടനും കൂടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഏട്ടനും കൂടി പോയിട്ടാണ് കുറച്ച് പാത്രം കൂടി നമ്മൾക്ക് അടുക്കളയ്ക്ക് കഴുകാനുണ്ട്. അപ്പോൾ അതും കൂടിയുള്ള പരിപാടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. മറ്റൊരു വീട്ടിൽ കാണുന്നവരെ ബായ്.